16 ഇപ്പം മെസ്സി 21 ഗോളോ മറ്റോ ആയിട്ടുണ്ട്. എംബപ്പ 19 ഗോളുമായിട്ട് തൊട്ട് പിന്നാലെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല റെക്കോർഡുകളും ഇത്തവണ ഉണ്ടാവും. പോർച്ചുഗീസ് ടീം ഔട്ടായി പോയതിനകത്ത് ദുഃഖമുണ്ട്. എന്നാലും നെയ്മർ തുറന്ന് കളിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദന നമുക്കെല്ലാം ഉണ്ട്. എന്നാലും പുതിയ പുതിയ കളിക്കാർ വരും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് മെസ്സിയും അർജന്റീനയും ജയിക്കണമെന്നാണ്. ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള കളി നടന്ന ദിവസം അനുഭവിച്ച ടെൻഷനൊന്നും ഇന്നുണ്ടായില്ല. അപ്പം അതൊരു ഹൂഡിനിയുടെ ഗ്രേറ്റ് എസ്കേപ്പ് പോലെയാണ്. മെസ്സിയെ ഫുട്ബോൾ മാന്ത്രികൻ എന്ന് പറയാറുണ്ട്. പക്ഷെ അതിപ്പം 39ാമത്തെ വയസ്സിലും അദ്ദേഹം അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 90 മിനിറ്റിൽ 2 ഗോളുകളാണ് പിറന്നത്. പിന്നെ അധിക സമയം 30 മിനിറ്റ് വന്നപ്പോൾ അപ്പോഴും 2 ഗോള് പിറന്നു. അപ്പോൾ പിറന്ന 2 ഗോളും അർജന്റീനയാണ് അടിച്ചത്. ജൂലിയൻ ആൽവാരസും അതുപോലെ തന്നെ ലോട്ടോറോ മാർട്ടിനസും. മെസ്സിയുടെ ഒരു ഗോള് ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. മെസ്സി വലിയൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇത്തവണ പ്രാരംഭഘട്ടം മുതൽ ഇന്ന് നടന്ന ഈ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മറ്റെല്ലാ മത്സരങ്ങളിലും ഒരു തവണ ഹാട്രിക്ക്, ഒരു തവണ ബ്രേസ്, 2 ഗോള്, അതല്ലെങ്കിൽ 1 ഗോള്. ഇന്നും ഗോൾ പാർട്ടിസിപ്പേഷനുണ്ട്. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നാണ്. അത് അസിസ്റ്റായിട്ട് കൂട്ടും. ഇത്തവണത്തെ ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകത, ഫുട്ബോൾ ശക്തികളെന്ന് പേര് കേട്ടിട്ടില്ലാത്ത ചില രാജ്യങ്ങൾ വിസ്മയകരമായ പ്രകടനം നടത്തി. കേപ്പ് വെർദ അത്തരത്തിലുള്ള ഒന്നാണ്. ഈജിപ്റ്റ് അത്തരത്തിൽ. ഈ 2 ടീമുകളും മെസ്സിയുടെ അർജന്റീനയെ പിടിച്ചു കെട്ടിയെന്ന് തന്നെ പറയാം. മൊറോക്കോ വളരെ നല്ല തരത്തിൽ കളിച്ചു. പക്ഷേ പ്രീ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഫ്രാൻസിനോട് അതുപോലെ പിടിച്ചു നിൽക്കുക. ഫ്രാൻസുമായിട്ടാണ് കളിച്ചതെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓർമ്മയില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, സെമി ഫൈനലിലേക്ക് കടന്ന 4 ടീമുകളും ഫുട്ബോൾ റാങ്കിങ്ങിൽ ലോകത്തെ ഇന്നത്തെ ടോപ്പ് 4 രാജ്യങ്ങളാണ് സെമി ഫൈനലിൽ വന്നിരിക്കുന്നത്. വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് ദുഃഖകരമായ കാര്യം ബ്രസീലില്ല. ബ്രസീലിൻ്റെ ആരാധകരോട് ഞാൻ എൻ്റെ വിഷമം അറിയിക്കുന്നു. ജർമ്മനിയില്ല. നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാതെ ജർമ്മനി പോയി. മറ്റൊരു പ്രബല ടീമായിരുന്നു ഹോളണ്ട്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ മിഡ്ഫീൽഡ് ജനറൽ എന്ന് പറയുന്ന വാൻഡിക്കിൻ്റെ ടീമാണ്. നമ്മുടെ ലിവർപൂളിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയാണ് വാൻഡിക്ക്. അദ്ദേഹത്തിൻ്റെ ടീം പുറത്തുപോയി. അപ്പോൾ അവരെല്ലാം ഈ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ്. വലിയൊരു ജനാധിപത്യം ഫുട്ബോൾ ലോകകപ്പിലിപ്പോൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അധികം പേര് കേട്ടിട്ടില്ലാത്ത ഫുട്ബോൾ ടീമുകളുള്ള രാജ്യങ്ങൾ അവർ ശക്തമായിട്ട് പൊരുതി അവരുടെ കഴിവ് തെളിയിച്ചു. ഈ ലോകകപ്പിലെ ഒരു മനോഹരമായ നിമിഷം, മെസ്സിയെയും അർജന്റീനയും വല്ലാതെ വെള്ളം കുടിപ്പിച്ച കേപ്പ് വെർദ, അതിന് 40 വയസ്സ് കഴിഞ്ഞ ഗോൾ കീപ്പർ വോസിഞ്ഞോ, ഇന്നിപ്പം ലോകം മുഴുവൻ അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹം മെസ്സിയുടെ ഒരു ഗോളിന് വഴങ്ങി. നിങ്ങളുണ്ട് കോപ്പ അമേരിക്ക മെസ്സി ജയിച്ചപ്പോൾ മെസ്സിയുടെ ഉറ്റ സുഹൃത്ത് നെയ്മർ പോയിരുന്ന് കരയുകയായിരുന്നു. അപ്പോൾ മെസ്സി ആദ്യമായിട്ട് കോപ്പ അമേരിക്ക നേടിയതിന് സന്തോഷം പങ്കിടാൻ കൂട്ടുകാരോട് ചേരുന്നതിന് പകരം നെയ്മറെ പോയി ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കായിക രംഗം നമുക്ക് പകർന്നു തരുന്ന ഒരുപാട് പാഠങ്ങൾ. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം. കളിക്കളത്തിൽ വലിയ ഉരസലും ചെറിയ ഫൗൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. എന്നാലും ഫൗളുകൾ ഒഴിവാക്കാൻ പരമാവധി നോക്കണം. ഓരോരുത്തരും അവരുടെ കഴിവുകൾ പരമാവധി കളിക്കളത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നമുക്കിനി സെമി ഫൈനലിലേക്ക് പോകാം. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള സെമി ഫൈനൽ എന്ന് പറയുമ്പം 1978 മറഡോണയുടെ അർജന്റീനയും പീറ്റർ ഷിൽട്ടൻ്റെ ഇംഗ്ലണ്ടും തമ്മിൽ ഒരു കളി നടന്നിരുന്നു. മറ്റേ കൈകൊണ്ടൊരു ഗോള് മറഡോണ അടിച്ചത് ആ കളിയിലാണ്. ഇത്തവണ അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കും. കണക്ക് കൂട്ടിയാൽ ഇത്തവണ കപ്പ് നേടാൻ ഏറ്റവും തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എംബപ്പയുടെയും ഡെമ്പല്ലയുടെയും ഫ്രാൻസാണ്. പക്ഷേ ഏത് ടീമും ഒരു ദിവസം ചിലപ്പം അവരുടെ എല്ലാ കഴിവും പുറത്തെടുത്തില്ല എന്ന് വരും. ഇതുവരെ കളിക്കാത്ത കളി മറ്റൊരു ടീം പുറത്തെടുത്തു എന്ന് വരും. അതുകൊണ്ട് ഇതെല്ലാം പ്രവചന അതീതമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി ഒരിക്കൽ കൂടി കപ്പ് ഉയർത്തണം. ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സിക്ക് കിട്ടണം. ഇപ്പം ടൈയാണ്. എംബപ്പയും ലയണൽ മെസ്സിയും
പിന്നെ രണ്ടുപേരും തുല്യ ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്, തുല്യ എണ്ണമാണ് ഗോളുകൾ അടിച്ചിട്ടുള്ളത്. രണ്ടുപേരും തുല്യ അസിസ്റ്റുമാണുള്ളത്. 8 ഗോളും ഈ 2 വീതം അസിസ്റ്റുമാണ്. അപ്പോൾ ഇത്തവണ പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള എംബപ്പെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച റെക്കോർഡ് തിരുത്താൻ ഉള്ള സാധ്യത. ഇപ്പം മെസ്സിയാണ് പിന്നെ ആ ജർമ്മൻകാരൻ കളിക്കാരൻ്റെ റെക്കോർഡ് തകർത്ത് 16 ഇപ്പം മെസ്സി 21 ഗോളോ മറ്റോ ആയിട്ടുണ്ട്. എംബപ്പ 19 ഗോളുമായിട്ട് തൊട്ട് പിന്നാലെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല റെക്കോർഡുകളും ഇത്തവണ ഉണ്ടാവും. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോളടിച്ച ഒരേ ഒരു താരമേ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഇത് കാണുന്ന ഒരുപാട് പേര് റൊണാൾഡോ ഫാൻസാണെന്ന് എനിക്കറിയാം, അവർക്കും സന്തോഷിക്കാം. അപ്പം നേരത്തെ പോർച്ചുഗീസ് ടീം ഔട്ടായിപ്പോയതിനകത്ത് ദുഃഖമുണ്ട്. എന്നാലും നെയ്മർ തുറന്ന് കളിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദന നമുക്കെല്ലാം ഉണ്ട്. എന്നാലും പുതിയ പുതിയ കളിക്കാർ വരും.